സഹാബത്തിരുനബി മദീനയിലിരിക്കുമ്പോൾ ചാരനൊരുത്തൻ വന്ന് കൂറി, ഓമന നബിയാരെ അബൂ സുഫിയാനും കൂട്ടർ ഷാമിന് വരുന്നുണ്ട് ജോറിൽ എന്ന്. ആരംഭത്തിരുനബി മദീനയിലിരിക്കുമ്പോൾ ചാരനൊരുത്തൻ വന്ന് കൂറി. ബഹുമാനികളെ, ഇവിടെ എല്ലാ നേതാക്കന്മാരുടെയും ആശംസ ഒരു രണ്ടുപേരി പാട്ടിന് വേണ്ടിയിട്ട് ആശംസയിൽ ഒരുക്കി, പാട്ടും അതോടുകൂടി ഒരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ഏതായാലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സൂചിപ്പിച്ചതുപോലെ 4 ആളാണെങ്കിലും 40 ആളാണെങ്കിലും 40,000 ആണെങ്കിലും 4 ലക്ഷമാണെങ്കിലും അവിടുത്തെ സ്നേഹം അവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് ആ സ്നേഹം നമ്മിലേക്ക് വാരി കൂട്ടാനാണ്. അള്ളാഹുവിന്റെ പ്രവാചകരെ മതത്ത് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു റസൂലുള്ളാഹിക്ക് കൊടുത്ത സ്ഥാനത്തിന് ഒരു കുറവുണ്ടാവില്ല. പക്ഷെ നമ്മൾ എന്തിനെ റസൂലുള്ളാഹിനെ മതത്ത് പറയുന്നു, സ്നേഹിക്കുന്നു എന്നത് നമുക്ക് മേന്മയും നമുക്ക് മെച്ചവും നമുക്ക് കൂലിയും നമുക്ക് നാളെ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അന്ന് ഓരോരുത്തരായി ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോഴും പലരും എന്ത് ആക്ഷേപിച്ചാലും എല്ലാവരും റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞിരുന്നു അൽ അമീൻ എന്ന്. അൽ അമീൻ ആരും പറയാത്തരില്ല. അങ്ങനെയാണ് മദീനയിൽ ഉമൈറിന്റെ ഒരു മകൻ, പേര് മുസ്അബ് ബിൻ ഉമൈർ, ചെറുപ്പക്കാരനാണ്. മുസ്അബ് ഇങ്ങനെ ചിന്തിച്ചു, എന്റെ വാപ്പ അടക്കം ഉമൈർ അടക്കം എത്ര കുറ്റം പറഞ്ഞാലും മുഹമ്മദ് അൽ അമീൻ ആണെന്ന് പറയുന്നുണ്ടല്ലോ, ഇത്ര മുഹമ്മദിൽ അൽ അമീൻ എന്ന വിശേഷം, അങ്ങനെ ഒരു പ്രമേയം മുഹമ്മദിൽ, എന്റെ വാപ്പയടങ്ങുന്ന മുഹമ്മദിനെ എതിർക്കുന്ന ആളുകൾ, സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർക്കുന്ന ആളുകൾ എന്തുകൊണ്ട് അൽ അമീൻ എന്ന് വിശേഷിപ്പിക്കുന്നു? അതിനൊരു കാരണമാണല്ലോ എന്ന് ചിന്തിച്ച മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങനെ ചെന്നപ്പോ വളരെ വ്യക്തമായി ഇശയിലൂടെ പറയുന്നുണ്ട്, ബദറിൽ ഹുദാ യാസീനൻ നബി ഖറജായ നേരം വളർക്കൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ട് അഭിയത് വർണ്ണമതാം പിൻരണ്ടും അസുഖതുമാവേ. ബദറിലേക്ക് പോയ സമയത്ത് 3 പതാക അള്ളാഹുവിന്റെ പ്രവാചകർ എടുത്തിരുന്നു. 1 വെള്ളയും 2 കറുപ്പും. അതെന്തിനാന്നുള്ളതൊന്നും ഇപ്പൊ പാടി പറയാൻ സമയമല്ല. അതിൽ വെള്ള പതാക ഏൽപ്പിച്ചത് ഈ പറയപ്പെട്ട മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിന്റെ കയ്യിലാണ്. മുസ്അബ് റളിയല്ലാഹുവിന്റെ കയ്യിൽ കൊടുക്കാൻ കാരണമുണ്ടായത്, ഏത് സമയത്തും ഇങ്ങനെ ഒരു വിശ്വാസം, ഏത് സമയത്തും റസൂലുള്ളാഹിനെ കൈവെടിയാതെ, ദീൻ കൈവെടിയാതെ അതിനെ പിന്നെ വലയം ചെയ്തു, അതിന് വേണ്ടത് ചെയ്തു എന്നതാണ്. ഈ മുസ്അബ് റളിയല്ലാഹു ഇസ്ലാം ആകുന്നതിന് മുമ്പ് ഇങ്ങനൊരു ചിന്ത ഉണ്ടാവുകയും റസൂലുള്ളാഹിനെ കാണാൻ വരികയും ചെയ്തപ്പോ സ്വഹാബത്തിന്റെ വട്ടത്തിലിരുന്നു കൊണ്ട് റസൂൽ ദീൻ പഠിപ്പിച്ചു കൊടുക്കാം. അപ്പൊ മുസ്അബ് ഇങ്ങനെ ദൂരത്ത് ഇങ്ങനെ നോക്കിയപ്പോ ഭയങ്കര പ്രകാശം അടിച്ചു വീശുന്നു. ചുറ്റുഭാഗത്തും മൊയ്കുട്ടി വൈദ്യർ പറഞ്ഞതുപോലെ കണ്ണുകൾ സ്വഹാബത്തും എഴുന്നള്ളും മതിർപ്പാമെന്താ മുഖമാം തണ്ണവൻ നടുവടുവാർ ചുഷന്തതിൽ തിണ്ണമ്മ തെളിവൊളിവായി ബന്ധതിൽ പിന്നുലപ്പുവനിയ തീക്കിൽ ബന്ധിടൈ സൈറായ താരും നിന്നും ഹുലൈഫത്തന്റെ തലമിലെ പാർത്താൻ അവിടം തനുസിന്ത് മുതിർന്നു മുളർന്നിടുവാർ. അല്ല, ഞാനേ പിന്നെ മസ്കത്തിലല്ല, പിന്നെ ഹൈൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കാം. അപ്പോ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാക്ക വന്നിട്ടാണ് ഞാനും കൂടെ പാടിയാണ്. അയാൾക്ക് ബദർ ഫുൾ അറിയാം. അത് ചില ആളുകൾ ഇങ്ങനെ പാടുമ്പോ ബദറുകളൊക്കെ പാടിയാൽ സദസ്സെന്ന് ഇങ്ങനെ എല്ലാവരും ഏറ്റുപാടും. സദ്ദക്കുടൈ കോൾ പൊങ്കും തിരുകരമാലുണ്ടാമ തദിന നബി തൻ തോളർ മിസ്അബിലീന്ദാർ അവരതി തന്നെ പിടിച്ചെയ്താറ്റൽമും വിലനിലയാകെ.
മഹാനായ മിസ്അബ് നിങ്ങൾ നോക്കുമ്പോ ഭയങ്കര പ്രകാശം, ചുറ്റുഭാഗവും നക്ഷത്രങ്ങൾ. അപ്പോ ബഹുമാനപ്പെട്ട മിസ്അബിന്റെ മനസ്സിൽ ഇങ്ങനെ വലിയ ഖേദം, പഠിച്ചോനെ നേരം വൈകിപ്പോയല്ലോ എന്ന ചിന്തയിൽ ഇങ്ങനെ വന്ന് അവസാനം തേങ്ങൽ വന്നു. ആ ശബ്ദം സഹാബത്ത് കേട്ടു. അവർ പുറത്തേക്ക് നോക്കുമ്പോ അവിടുത്തെ ഏറ്റവും വലിയ ശത്രുവും ബിംബങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യുന്ന ഉമൈറിന്റെ മകൻ മിസ്അബാൻ. അള്ളാന്റെ പ്രവാചകരോട് പറഞ്ഞു, മിസ്അബ നബി അവിടെ കരയുന്നത്, ഇങ്ങോട്ട് വരാൻ പറ, ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ, ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. സ്വഹാബത്ത് എന്നിട്ട് പറഞ്ഞു, മുസ്തഫേ നിങ്ങൾ റസൂലിനെ കാണാമെന്നാണ് വന്നോളൂ. അടുത്തേക്ക് ചെന്നു. മുസ്തഫ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, തെറ്റുപറ്റിപ്പോയി നബിയേ, ഞാനൊരു ചെറുപ്പക്കാരനാണ്, പക്ഷെ എന്റെ വാപ്പയും അതുപോലെയുള്ള നേതാക്കളെയും വാക്ക് കേട്ടുകൊണ്ട് ഇത് എത്രയോ നേരത്തെ ഞാൻ വന്ന് അങ്ങയെ കാണേണ്ടിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇസ്ലാമിലേക്ക് ഒരു പാസ് തരണം, വേറെ ഒന്നും എനിക്ക് പറയണ്ട. അപ്പൊ റസൂല് ചോദിച്ചു, എന്റെ വാപ്പ ഈ രാജ്യത്തെ ഏറ്റവും വലിയ നേതാവാണ്, ഞങ്ങളെ ശത്രുവാണ്, ബിംബങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ജോലിയാ, ഉമൈറിന്റെ മകനാ മിസ്തഫേ നീ, അതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നമാവൂലേ? ഇസ്ലാമിലേക്ക് കടന്നു വന്ന പിന്നെന്ത് പ്രശ്നാലേ? അതൊന്നൊരു വിഷയമല്ല. അപ്പൊ റസൂല് ചോദിച്ചു, അല്ല മിസ്തഫേ, ഇന്ന് രാവിലെ നല്ല റൊട്ടിയും നല്ല ഒട്ടകത്തിന്റെ മാംസവും ഒക്കെ കഴിച്ചിട്ടല്ലേ നിങ്ങൾ നിൽക്കുന്നത്? നല്ല പാലൊക്കെ കുടിക്കുന്നില്ലേ? അഭിഷേകന് തലയാട്ടി, അതൊക്കെ ശരിയാണ്, എന്നാൽ എന്റെ സ്വഹാബത്തിന്റെ വയറൊന്ന് കാണണം. മഹാനായ റസൂല് സ്വഹാബത്തിന്റെ വയറൊന്ന് പൊക്കാൻ പറഞ്ഞപ്പോ മിസ്അബ് കണ്ട കാഴ്ചയുണ്ടല്ലോ, വലിയ കരിങ്കല്ലിന്റെ പാറക്കല്ല് സ്വഹാബത്തിന്റെ വയറ്റത്ത് വെച്ച് കെട്ടിയിരിക്കുകയാണ്. അള്ളാന്റെ പ്രവാചകർ പറഞ്ഞു, മിസ്അബേ, എന്റെ സ്വഹാബത്ത് ഒരു കല്ലാണ് വെച്ച് കെട്ടിയതെങ്കിൽ ഇതാ എന്റെ വാര നോക്ക് എന്ന് പറഞ്ഞ് റസൂൽ തന്റെ വാര കാണിച്ചു കൊടുത്തു. 2 കരിങ്കല്ല് റസൂലിന്റെ വയറ്റത്ത് കെട്ടിയിട്ടുണ്ട്. ഇതെന്തിനാണെന്നറിയോ? ഇത് വിശപ്പിന്റെ ഊക്ക് കൊണ്ട് ഭക്ഷണമില്ലാഞ്ഞിട്ട് വെച്ച് കെട്ടിയതാണ്. വിശപ്രധാനം പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സഹിക്കാൻ ഞാൻ തയ്യാറാണ്, കലിമത്ത് ഷഹാദത്ത് ഒന്ന് ചൊല്ലി തന്നാ മതി. എല്ലാ പരീക്ഷണങ്ങളും അല്ലാഹുവിന്റെ റസൂൽ നടത്തിയതിന് ശേഷമാണ് മിസ്അബ്ക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുത്തത്. അങ്ങനെ പുറത്തേക്ക് പോയി. റസൂലുള്ളാഹി പറഞ്ഞു, ഞാനിപ്പോ കുറച്ച് ഇഞ്ഞിട്ട് വരാം, അവസരത്തിനും വരപ്പോ വാപ്പിയും വീട്ടിലത്തെ നേരത്തെ വന്നതാണ്. ചെന്നപ്പോ ഉമ്മ പറയലുണ്ട്, മിസ്അബിന്റെ വരവ് ഇങ്ങനെ കണ്ടപ്പോ മിസ്അബിന്റെ മുഖത്തു നിന്നുള്ള പ്രകാശം ഇങ്ങനെ അടിച്ചു വീശാണ്. ഉമ്മ ചോദിച്ചു, അല്ല മോനെ, നീ അങ്ങോട്ട് പോകുമ്പോ അല്ലാത്തൊരു പ്രകാശം അങ്ങോട്ട് വരുമ്പോ നിന്റെ മുഖമാകെ പ്രകാശിക്കുന്നുവല്ലോ. മിസ്അബ് പറഞ്ഞു, ഉമ്മ, എങ്കിൽ എനിക്ക് പൂർണ്ണമായി ഉറപ്പായി ഞാൻ ആ പ്രകാശത്തിൽ കുളിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഉമ്മയും കൂടി ആ പ്രകാശത്തിലേക്ക് വരണം. എന്താ നീ പറഞ്ഞൊന്നും മനസ്സിലായില്ല. നിങ്ങളും ആപ്പയൊക്കെ അൽ അമീൻ എന്ന് വിശേഷിപ്പിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടല്ലോ, അത് കൊണ്ടുവന്നത് പുതിയ മതമാണെന്നും നമുക്കെതിരാണെന്നൊക്കെ പറഞ്ഞല്ലോ, അത് സത്യമാണെന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ പ്രവേശിച്ചിട്ടുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇതും കണ്ട് കേട്ടതോടുകൂടെ ചെറുപ്പക്കാരനായ മിസ്അബിന്റെ ഉമ്മ എന്ത് ചെയ്തു? ചങ്ങലയിൽ കെട്ടിയിട്ടു മിസ്അബിനെ. ഉമ്മ വിങ്ങിടും മനസ്സ് മന്ത്രിക്കുന്നു അല്ലാഹുമ്മ. മിസ്അബുള്ളാഹിന് 2 കൈയും കാലും കെട്ടിക്കൂട്ടി നേരെ മണലിൽ കൊണ്ടുപോയി മുറ്റത്തേക്ക് വന്നിട്ട് അവിടെ വലിയൊരു കാലുണ്ടായിരുന്നു, ആ കാലിൽ ചങ്ങലക്കെട്ട് പൂട്ടി സ്വന്തം ഉമ്മ. അതാ ദീൻ. നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മളെയാണ് ഇങ്ങനെ ചെന്നെങ്കിൽ തിരിച്ചു പറയടാ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ തിരിച്ചു പറയും. പറഞ്ഞു, ഇനിയും കെട്ടിക്കോളി, ഇഷ്ടം പോലെ കൂട്ടിക്കോളൂ, ഒരു പ്രശ്നമില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. കുറച്ച് കഴിഞ്ഞപ്പോ അതാ വേണ്ടി ഉമൈർ കണ്ടപ്പോ ചങ്ങലയിലാ കാണുന്നത്. അപ്പൊ ചോദിച്ചു, അല്ലടി എന്താ മോന് ഭ്രാന്തുണ്ടോ? ഒരു ഭ്രാന്തല്ല, മുഴു ഭ്രാന്താന്നാ ഉമ്മന്റെ മറുപടി. ഇത് കേട്ടതോടുകൂടി ഉമ്മ പറഞ്ഞു, അവൻ ഒരിക്കലും എന്റെ മോനല്ല, അവൻ മുഹമ്മദിന്റെ മതത്തിൽ വിശ്വസിച്ചിരിക്കുന്നു, അതിൽ നിന്ന് പിന്തിരിയാതെ അവന് വെള്ളം കൊടുക്കൂല, ഭക്ഷണം കൊടുക്കൂല, ഒന്നും ഞാൻ ചെയ്യൂല എന്ന് അള്ളാന്റെ ഉമ്മ പറഞ്ഞപ്പോ ഇത് കേട്ട ഉമൈർ നേരെ ചെന്നിട്ട് ചങ്ങലയിൽ ബന്ധ്യസ്ഥനായ ഉമൈറിന്റെ നാവിക്ക് നോക്കിയിട്ട് തന്റെ കാൽ ഉയർത്തി ഒരു ചവിട്ടം കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ വിശ്വസ്ത മതത്തിൽ നിന്ന് പിന്തിരിയണമെങ്കിൽ നീ കൊല്ലും. അപ്പൊ പറഞ്ഞു, നിങ്ങൾ കൊന്നോളൂ, എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ എന്നെ ചവിട്ടിക്കോളൂ, ഇനിയും ചവിട്ടിക്കോ, പക്ഷെ ഞാൻ വിശ്വസിച്ച വിശ്വാസത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ ഒരു നിലക്കും സാധ്യമല്ലെന്ന് പറഞ്ഞപ്പോ മിസ്അബിന്റെ വാപ്പയായ ഉമൈർ പറഞ്ഞു, എങ്കിൽ നീ ഉടുത്ത വസ്ത്രം എന്റേതാണ്, നീ ഇട്ട ഷർട്ട് എന്റേതാണ്, നീ കുടിച്ച വെള്ളം എന്റേതാണ്, ഭക്ഷണം എന്റേതാണ്,
അതൊക്കെ നിനക്ക് ഇനി ഹറാമാണ്, ഒന്നും ഞാൻ നിനക്ക് തരില്ല, ഒക്കെ അയക്കണം. ചങ്ങലയിൽ ബന്ധിസ്ഥനായ മിസ്അബ് നഗ്നനാക്കി നിർത്തി എന്ന് ചരിത്രം പറയുന്നു. ആ മിസ്അബ് രക്ഷപ്പെട്ടു, റസൂലുള്ളാഹിന്റെ അടുത്തെത്തി, റസൂലുള്ളാഹിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. ആ മിസ്അബിന്റെ കയ്യിലാണ് സദദക്കുടൈ, കോൾ പുങ്കും തിരുകരമാലുണ്ടാമ തദിന നബി കണ്ടോളർ മിസ്അബിലീന അവരത് തനെ പിടിച്ചെയ്താറ്റൽ മുമ്പിലനിലയാകൈ. ബദറിലേക്ക് പോകുമ്പോ മഹാമിസ്അബിന്റെ കൈകളിലാണ് ബഹുമാനപ്പെട്ട റസൂൽ വെള്ള പതാക കൊടുത്തിരിക്കുന്നത്. അത് ഐശ്വര്യത്തിന്റെ ഒരു ചോദ്യചിഹ്നമാണ്. ഇൻഷാ അല്ലാഹ് അത് ബദറിന്റെ ഭയങ്കര വിശാലമായ ചരിത്രമാണ്. ബദറിൽ വിജയിച്ചു. അവസാന ഉഹദിലും മഹാനായ മിസ്അബ് രംഗത്തുണ്ടായി. മിസ്അബ് ഉഹദിൽ വെച്ചിട്ട് ഒരുപാട് വെട്ടുകളും കുത്തുകളും അമ്പുകളും ഏറ്റ് ഈ ലോകത്തോട് വിട പറഞ്ഞ ശുഹദാക്കളിൽ പ്രമുഖനാണ്. ആ കെട്ടിന്റെ അകത്ത് 3 ആളാണ്. അതിലൊന്ന് മഹാനായ മിസ്അബ് റളിയല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ ഇതുപോലെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എല്ലാം നമുക്ക് ഏൽപ്പിക്കപ്പെട്ടതൊക്കെ റസൂലുള്ളാഹിക്ക് എന്തൊക്കെ നമ്മൾ കൊടുക്കണോ, പരിശുദ്ധ ദീനിനെ എങ്ങനെ നമ്മളോട് പറഞ്ഞു അതുപോലെ സ്നേഹിക്കാനുള്ള ഒരു സൗഭാഗ്യം പടച്ചോനെ സാധുക്കളായ ഞങ്ങൾക്കൊക്കെ നൽകണേ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നിർത്തുന്നു. അസ്സലാമു അലൈക്കും.